എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ അച്ഛനും മക്കൾക്കും ശബരിമല യാത്രയാണ്. പൂജ നമ്മളെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ഗുരുസ്വാമി ചേട്ടൻ തന്നെയാണ്. കുറച്ച് പേരെ പൂജയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർക്കൊന്ന് സൗകര്യമായിട്ടിരുന്ന് പൂജ കാണാനായി ഇവിടെ ഇരുന്ന സോഫ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പൂജയ്ക്ക് ചേട്ടൻ സഹസ്രനാമം, അതായത് അയ്യപ്പൻ്റെ സഹസ്രനാമം ചൊല്ലാറുണ്ട്. അപ്പോൾ അതിനാവശ്യമായ പൂക്കളാണ് ധരിക്കുന്നത്. ഇവിടെ കിടക്കുന്ന സോഫ ഇത് അവിടെ അവിടെയായിട്ട് കുറച്ചായിട്ട് അങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി പൂജയ്ക്ക് ആവശ്യമായ വിളക്കുകൾ ഇത് നല്ല തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പൂജാ റൂമിൽ പോയി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ വൈകുന്നേരത്തിന് നിവേദ്യത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അന്ന് റെഡിയായി. ഇനി വരുന്നവർക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളത് ഇഡ്ഡലിയൊക്കെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾമോസ്റ്റ് എല്ലാ ജോലികളും റെഡിയായി. ഇനി ഞങ്ങൾ പൂജയിൽ പോയി ഇരിക്കേണ്ടത് തന്നെയാണ്. ഇനി കുറച്ച് പഞ്ചാമൃതത്തിന് വേണ്ടിയുള്ളത് മാത്രം തന്നെ ചെയ്യേണ്ടി വരും. ഇഡ്ഡലിക്ക് തൊട്ടുകൂട്ടാനായിട്ട് ചമ്മന്തി റെഡി. ഇത് സാമ്പാറാണ്. സാമ്പാർ ഉച്ചയ്ക്ക് ഞങ്ങൾ കുറേ മാറ്റി വെച്ചു. ഉച്ചയ്ക്ക് കഴിഞ്ഞു. ഇത് വൈകുന്നേരത്തേക്ക് തൊടാതെ വച്ചിരിക്കുകയാണ്. ഇത് സ്വാമിക്ക് നിവേദ്യത്തിനുള്ള പായസമാണ്. ശർക്കര പൊങ്കൽ. ഇത് കടല ചുണ്ടൽ എന്ന് പറയില്ലേ, ഇത് പാനകം കലക്കി വെച്ചിരിക്കുകയാണ്. പൂജ തുടങ്ങുന്നതിന് സമയമാവുന്നു. 6 മണിക്കാണ് പൂജ. ഇനി പഞ്ചാമൃതം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കുറച്ച് തന്നെയാണ്, അത് വേഗം ചെയ്യും. അങ്ങനെ പൂജ തുടങ്ങി. എല്ലാ വർഷവും കൂടെ എങ്ങനെയെങ്കിലും 2 പേരെങ്കിലും എക്സ്ട്രാ ആൾക്കാരുണ്ടാവും കൂടെ പോവാൻ. പക്ഷേ ഈ പ്രാവശ്യം ഇവർ അച്ഛനും 2 മക്കളും മാത്രം തന്നെയാണ്. മോൾക്ക് ഇത് 2ാമത്തെ മലയാത്രയാണ്. മോന് 14ാമത്തെ മലയാത്രയാണ്. അപ്പോൾ ആദ്യത്തെ കെട്ട് നിറയ്ക്കുന്നത് മോക്കാണ്. അത് കാരണം അവൾ എല്ലാവരോടും അനുഗ്രഹം വാങ്ങിയിട്ട് പോയിരിക്കുകയാണ്. 4 വർഷത്തിന് മുന്നേ വരെ എൻ്റെ മാമനായിരുന്നു ഗുരുസ്വാമി, അതായത് ചേട്ടൻ്റെ അച്ഛൻ. മാമനെയും മാമിയൊക്കെ മിസ് ചെയ്തു. ഇപ്പോൾ അയ്യപ്പ പൂജയൊക്കെ ചെയ്യുന്നത് ചേട്ടനാണ്. അയ്യപ്പോ ഭഗവാൻ ശരണം, ഭഗവതി ശരണം, ദേവൻ ശരണം. ഭഗവാനെ ദേവനെ ദേവിയെ ദേവനെ ഈശ്വരനെ ഈശ്വരിയെ ദേഹബലന്ത പാദബലന്ത തൂക്കി വിടയ നിധി വിടയ സ്വാമി ചന്ദകത്തോം തോ അയ്യപ്പ ചന്ദകത്തോം തോ സ്വാമിയേ 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 ഭഗവാനെ ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോ. സരസമൂഹിനിയായ ശ്രീദേവീറാക്കി ശമുവൈ അണൈந்து സന്തതി പൊരുളാക വന്ന കൺമണിയെ എൻ സങ്കടം തീരുമയ്യ ശരണമയ്യപ്പ എന്നൊരു അമ്പർക്കിരിയിൽ സകല സാമ്രാജ്യവും തവയോ ശബരി വീടാ സമസ്ഥാനം മെയ്യാൻ ഗുരുവേ.
கருணாமுலே உனது கருணாமுலே உனது சரணாமுலங்களே கதி என்று காத்திருக்கும் கம்பம் குடிக்கடிமையும் பொன்னடி குடவை கண்ட இதப்படி സർവരോഗ നിവാരണനെ സർവാഭീഷ്ടനായകനെ സർവസിദ്ധിദായകനെ ഇങ്ങനെ പിടിച്ചു സർവസിദ്ധിദായകനെ ഇഷ്ടസിദ്ധിദായകനെ സ്വാമിയേ 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 സർവരോഗ നിവാരണമൂർത്തിയെ സർവൌഷധദായകനെ സർവമംഗളദായകനെ ക്ഷിപ്രപ്രസാദി ദേവനെ വേണ്ടോർക്ക് വേണ്ടുതളിപ്പവനെ വരദായകനെ സ്വാമിയെ ഭഗവാനെ ദേവിയെ ദേവനെ ഈശ്വരിയെ ഈശ്വരനെ ദേഹബലം தூக்கி விடையா சுவாமியப்பா ஐயப்பா சரணமப்பா ஐயப்பா பரோமப்பா ஐயப்பா பரோமப்பா ஐயப்பா தூக்கி விடப்பா ஏந்தி விடப்பா ஏந்தி விடப்பா தூக்கி விடப்பா சுவாமியே ஐயப்போ ஐயப்போ சுவாமியே பகவானே பகவதியே பகவதியே பகவானே தேவனே தேவியே தேவியே தேவனே ஈஸ்வரனே ஈஸ்வரியே ஈஸ்வரியே നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ വയസ്സായ ആൾ എന്തിന് എല്ലാവരുടെ കാലിലും വീണെന്ന്. ഒരിക്കലുമില്ല, താടി മാത്രമേ നനച്ചിട്ടുള്ളൂ. അനുഗ്രഹം കൊടുക്കുന്ന എല്ലാവരെക്കാളും പ്രായം കുറവാണ്. ചേട്ടൻ്റെ ശരണവിളി കേട്ട് ഞാനൊക്കെ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ 10-20 വർഷം കൊണ്ട് കാണുന്ന കാരണം എങ്കിലും ആ സമയത്തൊന്ന് തൊണ്ട ഇടറിപ്പോവും. സ്വാമി ശരണം
ശബരിമലയ്ക്ക് പള്ളിക്കട്ടും ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് അയ്യപ്പോ സ്വാമി അയ്യപ്പോ കദളിപ്പഴവും വെള്ളരിനേദ്യം കദളിപ്പഴവും ദിവ്യദർശനം തരണം ഭഗവാനേ, അഭിഷേക ദർശനം തരണം ഭഗവാനേ, ആനന്ദ ദർശനം തരണം ഭഗവാനേ, അത്ഭുത ദർശനം തരണം ഭഗവാനേ, വർഷാവർഷ ദിവ്യ ദർശനം തരണം ഭഗവാനേ, വർഷാവർഷം ഇരുമുടി ചുമന്നതിനെ കാണും ബാക്കി വേണം ഭഗവാനേ, സ്വാമിയേ വർഷാവർഷം ദൈവവിഷയിക്ക എല്ലാ വർഷവും കറുപ്പസ്വാമിക്ക് കൊടുക്കാനുള്ള വാളാണ് അതാ കയ്യിൽ വെച്ചിട്ടുള്ളത്. ഓം ഹരികരസുതനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ. നിവേദ്യം കഴിഞ്ഞു. അയ്യപ്പന്മാർ ലഘുഭക്ഷണം കഴിച്ച് യാത്ര പുറപ്പെട്ടു. അവളെ കൈ തൊട്ടിട്ട് സ്വാമിയെ പൊട്ടണം സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ ഭഗവാനെ ഭഗവതിയെ. ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം ഭഗവാന്റെ മുദ്രയണിഞ്ഞ് വ്രതമിരുന്ന് ഇക്കൊല്ലത്തെ മലയാത്രയും ഭഗവാന്റെ കാരുണ്യത്താൽ മംഗളമായി നടന്നു. ഇപ്രാവശ്യവും അവർക്ക് ദിവ്യദർശനവും ആനന്ദ ദർശനവുമായിരുന്നു എന്ന സന്തോഷ വാർത്ത കൂടെ അറിയിച്ചു കൊള്ളുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.